CYC is a free channel, presents the Word of God for everyone. Your support will help us to continue the mission. Visit our website, cycnow.com. Even $1 will make a difference. In the name of the Father, and of the Son, and of the Holy Spirit, one true God. Amen. Precious Lord, thank you for this evening. Thank you for this church where we are gathered together. Thank you for our Bishop, beloved Bishop E.T., and all the priests and the faithful people who are assembled here. We come to thy presence and we are praying in your presence as a community. Lord, Holy Spirit, come and lead us and guide us and give us all the guidance and the blessings so that our prayer will be for your glory and for your honor. We pray in the name of the Father, and of the Son, and of the Holy Spirit. Amen. Salamum lakum. Peace be with you. അഖില ലോക പ്രാർത്ഥനാ ദിനം സാർവദേശിക ഒരു വനിതാ എക്യൂമെനിക്കൽ പ്രസ്ഥാനമാണ്. എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ 1-ാം വാരത്തിൽ 170-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് വനിതകൾ പൊതുപ്രാർത്ഥനയ്ക്കായി ഒന്നിച്ചു കൂടുന്നു. ഓരോ വർഷവും ഓരോ രാജ്യത്തെ വനിതകൾ അഖില ലോക പ്രാർത്ഥനാ ദിന ആരാധനാക്രമം ചിട്ടപ്പെടുത്തുന്നു. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുകയും അവർ പ്രാധാന്യം നൽകുന്ന ദൗത്യം, നീതി, സമാധാനം എന്നിവയുടെ പരിപാലനത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പപ്പുവ ന്യൂഗിനി, കാമറോൺ, മലേഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് ആരാധനകളിൽ നാം പങ്കെടുത്തു. മേൽപ്പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈജിപ്റ്റ്. ബൈബിളിൽ ഈജിപ്തിന് പ്രത്യേകമായ ഒരു സ്ഥാനമുണ്ട്. ചരിത്രം അതിന് സാക്ഷ്യം വഹിക്കുന്നു. 2014 ആരാധനാക്രമം തയ്യാറാക്കിയത് ഈജിപ്തിലെ സ്ത്രീകളാണ്. ഈജിപ്തിലെ ജനങ്ങളുടെ സംഘർഷങ്ങളും പ്രതീക്ഷകളും പ്രതിഫലിപ്പിക്കുവാൻ മരുഭൂമിയിലെ നീരുറവ എന്ന വിഷയമാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1914 അഖിലലോക പ്രാർത്ഥനാ ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. Now we can start our procession. Sachin George will lead the music. Let's all stand. The whole service is in Malayalam, the native language of Kerala. Let us sing a song together in Malayalam, Nayanangal Nirayum Nimishangal.
ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാം വിശദീകരിക്കപ്പെട്ടേ. നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും. മോശ ഇസ്രായേലിനെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കും വരെ അവർ ഫറവോന്മാരുടെ കീഴിൽ അടിമവേല ചെയ്ത് കഴിഞ്ഞ നാടായിട്ടാണ് ഈജിപ്തിനെ പറ്റി അനേകരുടെയും മനസ്സിലുള്ള ചിത്രം. ബൈബിളിലെ രക്ഷാചരിത്രത്തിൽ ഫറവോൻ്റെ പുത്രിയുടെ വീരോചിതമായ പ്രവർത്തനത്തിലുള്ള സ്ഥാനം നാം മിക്കപ്പോഴും വിസ്മരിച്ചു പോകുന്നു. അവളുടെ പിതാവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ശിശുവായിരുന്ന മോശയെ വെള്ളത്തിൽ മുങ്ങി മരിക്കാതെ രക്ഷപ്പെടുത്തുവാൻ അവൾ ധൈര്യപ്പെട്ടു. മറ്റു സ്ത്രീകളുടെ സഹായത്താൽ സ്വന്തം പുത്രനെ പോലെ മോശയെ വളർത്തിയെടുക്കുവാൻ അവൾ ധീരത കാട്ടി. ജീവനി ഭീഷണി നേരിട്ടപ്പോൾ ശൈശവദശയിലായിരുന്ന യേശു കർത്താവുമായി തിരുകുടുംബം അഭയം തേടിയതും ഈജിപ്തിലായിരുന്നു. ക്രിസ്തുമതത്തിന് ഈജിപ്തിൽ വേരുണ്ട്. ഈജിപ്തിലെ സഭയും വേദപഠനശാലയും സ്ഥാപിച്ചത് വിശുദ്ധ മർക്കോസ് ആണ്. ഓറിഗൻ, വിശുദ്ധ അത്താനാസ്യോസ്, അലക്സാണ്ട്രിയയിലെ ക്ലെമന്റ് തുടങ്ങിയ പ്രമുഖ ക്രിസ്തീയ ചിന്തകർ ഈ പഠനശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവരാണ്. വളരെ നിർണായകമായ ക്രിസ്തീയ കൗൺസിലുകൾക്ക് ആതിഥേയത്വം വഹിച്ചു. ഈജിപ്തിനെയും അയർലൻഡ്, ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ലിബിയ, സുദാൻ സഭയെപ്പറ്റിയും സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിലെ സഭ കരുത്തുള്ള സഭയാണ്. അഖില ലോക പ്രാർത്ഥനാ ദിനത്തിൽ ഈജിപ്തിലെ സഭയുടെ എക്യുമെനിക്കൽ വീക്ഷണത്തിലും പങ്കാളിത്തത്തിലും ഞങ്ങൾ അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. മരുഭൂമിയിലെ നീരുറവ് പോലെ ദൈവത്തിങ്കൽ നിന്നും സ്നേഹവും കരുണയും പ്രവഹിക്കേണ്ടതിനായി ദൈവം മുമ്പാകെ പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. പ്രാരംഭ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. 1 John chapter 1 verse 8 and 9. ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ഉപദേശങ്ങളിൽ നിന്നുള്ള നിരോധനങ്ങളെ കേൾക്കണമേ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്ത് മറ്റുള്ളവർക്ക് സങ്കടത്തിനും നഷ്ടത്തിനും ഞങ്ങൾ കാരണക്കാരായി. ഞങ്ങളുടെ അയൽക്കാരോട് ഞങ്ങൾ പലപ്പോഴും അക്ഷമയും അവഗണനയും കാട്ടിയിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ചിന്തയിലൂടെയും മുറിപ്പെടുത്തുന്ന പാപപങ്കിലമായ വാക്കിലൂടെയും ലജ്ജാകരമായ പ്രവൃത്തിയിലൂടെയും ചെയ്ത കുറ്റങ്ങളിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുകയും അനുതപിക്കുകയും ചെയ്യുന്നു. വിശ്വാസ സമൂഹമായുള്ള ഞങ്ങളുടെ അനുതാപത്തെ
പ്രാർത്ഥനാപൂർവമായ പ്രവൃത്തിയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്രകാരം നീരുറവയുടെ തിരുത്തുള്ള വൃക്ഷം പോലെ ഞങ്ങളെ ഫലകരമാക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾ വഹിച്ച് പൂർവ്വകാല പാവങ്ങളും കുറവുകളും ക്ഷമിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ നിന്നെ സേവിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ആമേൻ. ഭയപ്പെടേണ്ട, വരണ്ട നിലത്തേക്ക് ഞാൻ ജലമൊഴുക്കും, ഉണങ്ങി വരേണ്ട നിലത്തേക്ക് ഞാൻ നീരുറവുകൾ പ്രവഹിപ്പിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പാപമോചനത്തിൻ്റെ ജലം നമ്മുടെ മേൽ കർത്താവ് ഒഴുക്കട്ടെ, പാപം ക്ഷമിച്ച് സമാധാനം നൽകട്ടെ. ആമേൻ. എളിയവരും ദരിദ്രന്മാരും ആയവർ വെള്ളം തിരിഞ്ഞ് നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ അവരുടെ ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല.
ഞാൻ മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്യയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുത്തു, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്തെ സരളവൃക്ഷവും പൈൻ മരവും പുന്നയും വെച്ച് പിടിപ്പിക്കും. യഹോവയുടെ കൈ ഇത് ചെയ്തുവെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധന് അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീനെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിക്കുവിനെന്ന് യാക്കോബിൻ്റെ രാജാവെ കൽപ്പിക്കുന്നു. ഇവിടെ 1-ാം പാഠം അവസാനിച്ചു. ഈജിപ്തിൻ്റെ പുരാതനവും വിസ്മയകരവുമായ സംസ്കാരത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ശക്തമായ സാമ്രാജ്യം പടുത്തുയർത്താൻ കഴിഞ്ഞത് നൈൽ നദിയുടെ ഫലഭൂയിഷ്ടമായ മണ്ണിന്മേലാണ്. ഞങ്ങൾ അഭിമാനിക്കുന്ന പുരാതന സ്മാരകങ്ങൾ ഞങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചും ഫറവോൻ്റെ ദർശനത്താൽ ധന്യമാക്കപ്പെട്ട ഈജിപ്തിനെ കുറിച്ചും ഉദ്ഘോഷിക്കുന്നു. പുരാതന ലോകത്തിൻ്റെ 7 അത്ഭുതങ്ങളിൽ 2 ഇവിടെയാണ്. 1. അലക്സാണ്ട്രിയയിലെ ഫറവോൻ്റെ ദീപസ്തംഭം. ഏകദേശം 2000 വർഷം മുമ്പ് ഇത് നിർമ്മിച്ചു. 1400-ൽ ഇത് നാമാവശേഷമായി. 2. ഗാസയിലെ പിരമിഡുകൾ. ഇവ അർത്ഥപൂർണമായ ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള പുരാതന ഈജിപ്തുകാരുടെ അന്വേഷണങ്ങളുടെയും ചിന്തകളുടെയും നിത്യസ്മാരകങ്ങളായി നിലകൊള്ളുന്നു. ഭൂത വർത്തമാനകാലങ്ങളിലെ അതിശയങ്ങളുടെ ദൈവമേ, ചരിത്രത്തിൽ വെളിപ്പെടുത്തുന്ന വിജ്ഞാനവും ജനതകളെ ഏകോപിപ്പിക്കുന്ന നൽകുന്ന മുഖാന്തരങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു. ഈജിപ്തിലെ ഒരു ചെറു ഗ്രാമത്തിൽ ഞാൻ അധിവസിക്കുന്നു. എൻ്റെ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ച് ജോലി നിർവഹിക്കുവാൻ എനിക്കറിയാം. കൃഷി ചെയ്യുക, മൃഗങ്ങളെ പരിപാലിച്ചു വളർത്തുക, ചീസ്, യോഗർട്ട്, ബ്രെഡ് എന്നീ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നിങ്ങനെയുള്ള കുടുംബത്തെ പുലർത്തുന്ന പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ വലിയ സംഭാവന നൽകുന്നു. സമീപകാലത്ത് ഞാൻ വായിക്കുവാനും പഠിച്ചു. എൻ്റെ അയൽക്കാരിൽ ഭൂരിഭാഗവും വെള്ളിയാഴ്ചകളിൽ മോസ്കിൽ പോകാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞായറാഴ്ചകളിൽ സമീപത്തുള്ള പട്ടണത്തിലെ പള്ളിയിൽ പോയി ആരാധിക്കും. നൈൽ നദിക്കായും അനുബന്ധ തടാകങ്ങൾക്കായും കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നൈൽ നദിയിലെ ജലം ഞങ്ങളുടെ നിലങ്ങളെ നനച്ച് ഫലപ്രദമാക്കുന്നു. ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നു. അതിലെ മത്സ്യങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമാകുന്നു. ഇതര സംസ്കാരങ്ങളെയും രാജ്യങ്ങളെയും അത് ഞങ്ങളോട് അടുപ്പിക്കുന്നു. യേശു സൂചിപ്പിച്ച സർവ്വജനതകൾക്കുമായി ഒഴുക്കിക്കൊടുക്കുന്ന ജീവജല പ്രവാഹത്തെ ദൃഷ്ടാന്തീകരിക്കുന്ന ജലപ്രവാഹമായി ഇതിനെ കാണാവുന്നതാണ്. ഭൂതവർത്തമാന കാലങ്ങളിലെ അതിശയങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സമൂഹങ്ങളെ പരിപോഷിപ്പിച്ച് ഉയർത്തുകയും ചെയ്യുന്ന വിശ്വാസത്തെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. I'm a contemporary Egyptian citizen holding a government job in Cairo, capital of Egypt. I work for the Ministry of Agriculture, engaged in reclaiming the desert. Today, much desert land is blooming with colorful plants. As a single woman, I can devote more time to my church, the Coptic Orthodox Church. But there are also many other Christian churches of different denominations. In Cairo alone, there are over 200 churches. God of wonder, both past and present. I am a young woman living in this wonderful electronic age, the age of iPods, Skype, Facebook, and cell phones. In Egypt, there are rich people, poor people, and the middle class, to which I belong. Like many others of my generation, I am fluent in 3 languages: Arabic, English, and French. Our educational opportunities have made it possible for young people to plan and to successfully carry out the demonstrations, which took place on January 25, 2011. It was a real thrill for all of us, both Christians and Muslims, to come together in Tahrir Square and successfully claim our right to freedom, justice, and equality. We keep reminding ourselves of the Lord's promise in Isaiah, "Blessed be Egypt, my people." We trust that in His own time, God will fulfill His promise. God of wonder, both present and past.
ക്രിസ്തീയ മുസ്ലിം ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. Let us hear a song, Malayalam song, Arigil Variga, Anugraham Choriga. രണ്ടാം വേദഭാഗം യോഹന്നാൻ്റെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവൻ ശമരിയയിൽ കൂടി കടന്നു പോവേണ്ടി വന്നു. അങ്ങനെ അവൻ സൂക്കോർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത് നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാരും ശമരിയരും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവന് അവൻ്റെ മക്കൾക്കും മൃഗങ്ങൾക്കും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനും എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല.
ഞാൻ കൊടുക്കുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരുമെന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. I, the Lord, will make rivers flow on barren heights and springs within the valleys. I'll turn the desert into pools of water and the parched grounds into springs. I'll put in the desert the cedar and the acacia, the myrtle and the olive. I'll set pines in the wasteland, the fir and the cypress together, so that people may see and know, may consider, understand that the hand of the Lord has done this. Isaiah chapter 41, verses 18 through 20. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം. മാന്നേർത്തോടിനായി ദാഹിക്കുന്നു. ഈ സമയത്ത് സ്തോത്രകാഴ്ച സ്വീകരിക്കുന്നതാണ്. ഇറ്റ്സ് ദ ടൈം ഓഫ് ഓഫർട്രി. ദിസ് ഓഫർട്രി വിൽ go directly to the Egypt. So let's participate in that. മാന്നേർത്തോടിനായി ദാഹിക്കുന്നു.
വാൻമലകളിലും എല്ലായിടങ്ങളിലും നിന്നെ നിരന്തരം ഓർത്തിടുമേ. എല്ലായിടങ്ങളിലും നിന്നെ നിരന്തരം ഓർത്തിടുമേ. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ എന്നും കാക്കും. ആശ്രയം നീ, ശൈലവും നീ, കോട്ടയും നീ എന്നും കാക്കും. മരുഭൂമിയിൽ നീതുറവ പുറപ്പെടുവിക്കുന്ന ദൈവമേ, ഈ സ്തോത്രകാഴ്ച സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ. എല്ലാ വർഷവും മാർച്ചിലെ 1-ാം വെള്ളിയാഴ്ചയും തുടർന്നുള്ള വാരാന്ത്യവും ലോകമെമ്പാടുമുള്ള സ്ത്രീകൾ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്നു. ഒരു ദേശീയ കമ്മിറ്റി പണം ശേഖരിച്ച് ലോകമെമ്പാടുമുള്ള സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന സംഘടനകൾക്ക് ഗ്രാൻഡായി നൽകുന്നു. നമ്മൾ ഇന്നും അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ചകൾ മറ്റുള്ളവരുടെ ജീവിത മരുവിലേക്ക് പ്രവഹിക്കുന്ന നീരുറവകളായി ജീവിപ്പിക്കുന്ന ജലമായി രൂപാന്തരപ്പെടട്ടെ. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഉദാരമായി സംഭാവനകൾ നൽകി നമുക്ക് ഈ ഉദ്യമത്തിൽ പങ്കുകാരാകാം. കർത്താവെ, അവിടുത്തെ വാഗ്ദാന പ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യെശയ്യാവ് രേഖപ്പെടുത്തിയതുപോലെ അവിടുത്തെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കുന്നതിനുള്ള ഉപകരണങ്ങളായി തീരുന്നതിന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് നൽകുന്ന ജലം ഉത്തരവാദിത്വബോധത്തോടെ വിലമതിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. ഈജിപ്തിലും മറ്റിടങ്ങളിലും ദാരിദ്ര്യത്താലും പ്രകൃതിക്ഷോഭത്താലും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കിടയിൽ കർത്തവ്യബോധത്തോടെ പ്രവർത്തിപ്പാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ഞങ്ങളെ സഹായിക്കണമേ. ഈജിപ്തിലും മറ്റിടങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ വിശേഷാൽ ഗുരുതരമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദാഹശമനത്തിനായും വരണ്ട ജീവിതരംഗങ്ങൾ ചൈതന്യപൂർണ്ണമാക്കുന്നതിന് നനവ് നൽകുവാനുമായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കഷ്ടനഷ്ടങ്ങളിലുഴലുന്ന എല്ലാ വിധവകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൗലികാവകാശങ്ങൾക്കായി യാചിക്കുന്നതിനോ തങ്ങളെ തന്നെ വിൽക്കുന്നതിനോ ഇടയാകാതെ വണ്ണം അവരുടെ ആവശ്യങ്ങളിൽ സഹായവും അനുകമ്പയും കാട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിദ്യാഭ്യാസത്തിന് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള വർദ്ധിതമായ ഉത്സാഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ സമൂഹത്തിൽ ക്രിയാത്മകമായ ചുമതലകൾ നിർവഹിക്കുന്നതിനായി ജനങ്ങളെ പ്രബുദ്ധരാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. Dear Lord, grant us a spirit of self-giving love, forgiveness, and generosity. Remove us from all selfishness so that we become channels of your living water to the world.